1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നു. ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമായി മാറുന്നു. അങ്ങനെ ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി മാറുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 അതെന്താ? 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു. ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായ സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ ആദ്യ സമ്മേളനം. ഇതിനുശേഷം ഡിസംബർ 11 സ്ഥിര അധ്യക്ഷനായി രാജേന്ദ്ര പ്രസാദ് നിയമിതനാകുന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്ത് ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നു. 1949 നവംബർ 26 കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷം 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. ഇതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച സംഘടനയാണ് INC. അതിന്റെ 1929 നെഹ്റു അധ്യക്ഷനായ സമ്മേളനത്തിലാണ് ആദ്യമായി ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ആശയം ഉന്നയിക്കുന്നത്. അങ്ങനെ 1930 ജനുവരി 26 പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ INC തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. പല ഭരണഘടനാ ഭേദഗതികളിലൂടെയും കൂട്ടിച്ചേർക്കലിലൂടെയും ഇന്ത്യക്ക് വേണ്ടി ഒരു മികവുറ്റ ഭരണഘടന തയ്യാറാക്കിയത്. അങ്ങനെ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിക്കുന്നു. ഈ ദിനമാണ് നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. 2015 മുതലാണ് ഭരണഘടനാ ദിനമായി നവംബർ 26 ആചരിക്കാൻ തുടങ്ങിയത്. INCയുടെ 1929 നെഹ്റു അധ്യക്ഷനായിട്ടുള്ള സമ്മേളനത്തിലാണ് 1930 ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്നും 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണമെന്നും തീരുമാനിച്ചത്. അങ്ങനെ ആ ദിനത്തിന്റെ പ്രതീകമായിട്ടെന്നോണമാണ് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത്.